2007 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം വാരുബോറോയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കോയിച്ചിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആദ്യമൊക്കെ കോയിച്ചി വളരെ നല്ലവനായ, ക്ലാസ്സിൽ അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ഒരിക്കൽ അത് മാറിമറഞ്ഞു. ക്ലാസ്സിലെ ഒരു സംഭവം തന്നെയായിരുന്നു അതിന് പ്രധാന കാരണമായതും. അവന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയിരുന്ന റിബൽ അന്ന് ജന്മം കൊണ്ടു. സ്കൂളിലെ സ്ട്രോങ് സ്റ്റുഡന്റായ യാക്കുവുമായി അന്ന് ക്ലാസ്സിൽ വെച്ച് അവനൊരു ഫൈറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ശക്തമായ ഫൈറ്റ് നടന്ന് ചോര ചിന്തിയെങ്കിൽ പോലും അതോടെ കോയിച്ചിയും യാക്കുവും അടുത്ത കൂട്ടുകാരായി മാറുകയായിരുന്നു. അവർ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരുമായിരുന്നു. അതായിരുന്നു വൈരുദ്ധ്യങ്ങൾക്കപ്പുറം അവരെ പെട്ടെന്ന് അടുപ്പിച്ചത്. ടോക്കിയോ നഗരത്തിന് പുറത്തുള്ള ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു കോയിച്ചി ജീവിച്ചിരുന്നത്. ആ സംഭവത്തിനു ശേഷം അധികം വൈകാതെ കോയിച്ചിയും കോയിച്ചിയുടെ അടുത്ത കൂട്ടുകാരായ 5 പേരും ചേർന്ന് ഒരു ഗ്യാങ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. ടൗണിലെയും സ്കൂളിലെയും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഗ്യാങ്ങായി മാറണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഗ്യാങ് രൂപീകരിച്ചതിന് പിന്നാലെ നല്ല കുട്ടികളുടെ രൂപഭാവത്തിലുള്ള തന്റെ രൂപമൊന്ന് മാറ്റിമറിക്കാൻ കോയിച്ചി തീരുമാനിച്ചു. കൂട്ടുകാർക്കൊപ്പം അവൻ അടുത്തുള്ള സലൂണിൽ പോയി. ആ സമയം പ്രശ്നക്കാരായ കുട്ടികൾ, കുറ്റവാളി സ്വഭാവമുള്ള കുട്ടികൾ, അവർ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു. ആ സ്റ്റൈലിലേക്ക് കോയിച്ചി തന്നെ മാറ്റിമറിച്ചു. ശേഷം അവനൊരു ടൈലർ ഷോപ്പിൽ പോയി തന്റെ സ്റ്റൈലും കുറച്ചധികം മാറ്റി. കോയിച്ചി ടൈലറുമായി സംസാരിച്ചു നിൽക്കെ അവന്റെ കൂട്ടത്തിലെ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ചു വന്നു. മറ്റൊരു സ്കൂളിലേക്ക് അങ്ങ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതാ ടൈലറും കേട്ടിരുന്നു. ടൈലർ കോയിച്ചിയോടും സംഘത്തോടും അവരെ എതിരിടാൻ ആവശ്യപ്പെട്ടു. കോയിച്ചിയും സംഘവും അങ്ങോട്ടേക്ക് ഓടിയെത്തി. പക്ഷെ അവർ കണ്ടത് യാക്കോ അപ്പോഴേക്കും ഒറ്റയ്ക്ക് ആ ഗ്യാങ്ങിനെ കൈകാര്യം ചെയ്ത് ഓടിച്ചതായിരുന്നു. കോയിച്ചിയും സംഘവും യാക്കോയോടും തങ്ങളുടെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അവർ ഒന്നിച്ചു പോയി വട്ടം കൂടിയിരുന്ന് സംസാരിച്ചു. എങ്ങനെ തങ്ങളുടെ ഗ്യാങ്ങിന് സ്ട്രോങ്ങസ്റ്റ് ആക്കുമെന്നും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതായിരുന്നു അവരുടെ പ്ലാനിംഗ്. പക്ഷേ ആലോചിക്കുന്ന പോലെയും പറയുന്ന പോലെയും അതത്ര എളുപ്പമായിരുന്നില്ല. പല സ്കൂളുകളിൽ നിന്നായി നിരവധി ഗ്യാങ്ങുകളുണ്ട്. അതും സ്ട്രോങ്ങസ്റ്റ് ആയ ഗ്യാങ്ങുകളടക്കം. അവരെയൊക്കെ പരാജയപ്പെടുത്തിയേ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കൂ. മാരിട്ടൺ ഹൈസ്കൂളിലെ മറൂക്കോയും സംഘവും, മാർക്കറ്റിംഗ് ഹൈസ്കൂളിലെ ഫാറ്റ് ഗയും, കൊറിയൻ സ്കൂളിലെ അറിയപ്പെടുന്ന ഗ്രൂപ്പും അവർക്ക് പ്രധാന വെല്ലുവിളിയായിരുന്നു. കോയിച്ചോട് 6 അംഗ ഗ്യാങ് പോലല്ല. അവരുടെ ഗ്യാങ്ങിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ചർച്ചയിൽ ആ കാര്യം പറഞ്ഞ് കോയിച്ചിയുടെ ഗ്യാങ് മെമ്പേഴ്സ് അല്പം നിരാശയിലാണ്ടു. പക്ഷേ യാക്കോ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തു. അതോടെ ഭാവിയിൽ അവർ പ്രതീക്ഷ വെച്ചു. നേരിട്ടൊരു ഗ്യാങ് ഫൈറ്റ് അല്ലാതെ ഗ്യാങ്ങിലെ തലവന്മാരെ ടാർഗറ്റ് ചെയ്ത് ഒരു ആക്രമണം, അതായിരുന്നു യാക്കോ മുമ്പിലേക്ക് വെച്ച സജഷൻ. എല്ലാവരും അവരവരുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് തലവന്മാരെ കീഴ്പ്പെടുത്താൻ നല്ലൊരു ഐഡിയ ആലോചിച്ചെടുക്കണം എന്ന് യാക്കോ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ മീറ്റിംഗ് പിരിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. പക്ഷേ അന്ന് കോയിച്ചി വീട്ടിലെത്തിയപ്പോൾ കോയിച്ചിയുടെ ഹെയർ സ്റ്റൈലും പുതിയ രൂപവും ഒക്കെ കണ്ട് അവന്റെ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചിരുന്നു. ഇതുപോലെ ഇനി ചെയ്താൽ നിന്നെ കൊന്നുകളയും എന്നുവരെ അമ്മ പറഞ്ഞു. എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊന്നും ചെവികൊള്ളാൻ കോയിച്ചി ഒരുക്കമായിരുന്നില്ല. ഒരു ഡെലിക്വന്റ് ആകണം എന്ന് തന്നെയായിരുന്നു അവന്റെ ഉള്ളിൽ വളർന്നതും. അമ്മയുടെ വാക്കുകൾ അവഗണിച്ച് അവൻ ബാഗിലെ ബുക്കുകൾ എടുത്തുമാറ്റി ബാഗിനുള്ളിൽ അയൺ പ്ലേറ്റ് വെച്ചു. തന്റെ ശത്രുക്കൾക്കെതിരെ ആക്രമിക്കുമ്പോൾ സെൽഫ് ഡിഫൻസിന് ഉപയോഗിക്കാനായിരുന്നു അത്. അടുത്ത ദിവസം കോയിച്ചി സ്കൂളിലേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ യമാഡയെ കണ്ടു. യമാഡയോട് കോയിച്ചിക്ക് പ്രണയമുണ്ട്. കോയിച്ചി വളരെ നല്ലൊരു കുട്ടിയായിരുന്നു, നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു എന്നാദ്യമേ യമാഡയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള കോയിച്ചിയുടെ രൂപഭാവമാറ്റം യമാഡയെ അല്പം വല്ലാതാക്കി. അവന്റെ പുതിയ രൂപവും സ്റ്റൈലുമൊന്നും യമാഡയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നവളുടെ ഭാവം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കോയിച്ചി സ്കൂളിലേക്ക് നടക്കുമ്പോൾ മറ്റൊരു സ്കൂൾ ഗ്യാങ് അവന്റെ മുമ്പിലെത്തി. കഴിഞ്ഞ ദിവസം യാക്കോ മർദ്ദിച്ച സ്കൂൾ ഗ്യാങ്ങിലെ കുട്ടികളായിരുന്നു അവർ. അവർ കോയിച്ചിയെ ഫാറ്റ് ഗയുടെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ ലീഡർ ഫാറ്റ് ഗൈ ആണ്. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫാറ്റ് ഗൈയെ എതിരിടാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പോലും കോയിച്ചിക്ക് സാധിച്ചിരുന്നില്ല. ഫാറ്റ് ഗൈ അവനെ എതിരിടാൻ വന്നു. അവന്റെ ഗ്രൂപ്പിന്റെ ടാർഗറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഫാറ്റ് ഗൈ എന്ന് അവൻ ആ നിമിഷം ഓർത്തു. തന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ ആക്രമിച്ചതിൽ വല്ലാതെ ദേഷ്യത്തിലായിരുന്ന ഫാറ്റ് ഗൈ കോയിച്ചിയെ ആക്രമിക്കാൻ തുടങ്ങി. തടിച്ച പ്രകൃതം ഉള്ളതുകൊണ്ട് തന്നെ ഫാറ്റ് ഗൈയുടെ പഞ്ചുകൾ അത്രമേൽ ശക്തമായിരുന്നു. കോയിച്ചിക്ക് മേൽ അവൻ പ്രഹരം തീർത്തു. ഭാഗ്യവശാൽ കോയിച്ചിയുടെ നീക്കത്തിലെ അവസാന നീക്കം വലിച്ചു. കോയിച്ചി തന്റെ ബാഗ് എടുത്ത് ഫാറ്റ് ഗൈയെ അടിച്ചു. അയൺ ബ്ലേറ്റ് അടങ്ങിയ ബാഗ് കൊണ്ട് അടി കിട്ടിയതും ആ ഒറ്റയടിയിൽ ഫാറ്റ് ഗൈ ബോധരഹിതനായി മലർന്നു വീണു. ആ ഒറ്റയടിയിൽ
ഇടയിൽ ഫാറ്റ് ഗയെ അടിച്ചു വീഴ്ത്തിയിട്ട് കോയിച്ചി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മറ്റൊരു ബിൽഡിങ്ങിനകത്ത് കയറി തന്നെ ഫാറ്റ് ഗയുടെ ശിങ്കിടികൾ പിന്തുടർന്നു വന്ന് പിടികൂടാതിരിക്കാൻ അവൻ മറഞ്ഞിരിക്കാനും തുടങ്ങി. ആ തിരക്കിലും ഭയത്തിലും അവന്റെ മുഖഭാവം തന്നെ മാറിയിരുന്നു. കോയിച്ചി അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അവന്റെ മുമ്പിലെത്തി. ഷീസു എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. നീണ്ട സംഭാഷണത്തിനിടയിൽ അവർ പരസ്പരം പരിചയപ്പെട്ടു. അതിനോടകം മറുവശത്ത് കോയിച്ചിയും ഫാറ്റ് ഗയും തമ്മിലുള്ള ആ ഫൈറ്റിന്റെ കാര്യം സെറ്റ് മുഴുക്കെ പരന്നിരുന്നു. കോയിച്ചി സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം വിവരമറിഞ്ഞ് കോയിച്ചിയുടെ ഒരു കൂട്ടുകാരൻ പപ്പോൻകുൻ കോയിച്ചിയുടെ കാര്യം അന്വേഷിക്കാൻ ക്ലാസ്സിലേക്ക് ഓടിപ്പാനെത്തി. കോയിച്ചി ആകട്ടെ അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് പുഞ്ചിരിച്ച് നിൽക്കുകയുമായിരുന്നു. അന്ന് കോയിച്ചി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ രണ്ട് മുതിർന്ന ആളുകൾ കോയിച്ചിയെ കാണാനെത്തി. കാറിലായിരുന്നു അവരുടെ വരവ്. വന്നതിൽ ഒരാൾ കോയിച്ചിയുടെ സഹോദരൻ കറ്റോഷിയായിരുന്നു. കോയിച്ചിയുടെ ഫൈറ്റിനെ പറ്റി കേട്ടറിഞ്ഞ് കോയിച്ചിയെ കാണാനെത്തിയതായിരുന്നു അവൻ. കറ്റോഷിക്ക് ഗ്യാങ്സ്റ്റർ ബന്ധങ്ങളുണ്ട്, നിന്റെ സെൽഫ് ഡിഫൻസിന് വെച്ചോ എന്ന് പറഞ്ഞ് കറ്റോഷി കോയിച്ചിക്ക് ഒരു പിസ്റ്റൾ നൽകി. കോയിച്ചി കറ്റോഷിയുമായി അതിന്റെ കാര്യത്തിൽ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് അവന്റെ അമ്മ കടന്നു വന്നു. കറ്റോഷിയെ കണ്ടതും ദേഷ്യത്തിൽ അമ്മ അവനോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞു. അമ്മയ്ക്ക് കറ്റോഷിയെ ഇഷ്ടമേ അല്ലായിരുന്നു. കോയിച്ചിയെയും കറ്റോഷി വഴിതെറ്റിക്കുമോ എന്നൊരു ഭീതിയും അവർക്കുണ്ടായിരുന്നു. അടുത്ത ദിവസം കോയിച്ചി ശേഷുവിനോട് നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കുകയും അവരൊന്നിച്ച് ഡേറ്റിന് പോവുകയും ചെയ്തു. പക്ഷെ അവർ റെസ്റ്റോറന്റിലായിരിക്കെ അങ്ങോട്ടേക്ക് ഫാറ്റ് ഗയുടെ ശിങ്കിടികൾ കടന്നു വന്നു. കോയിച്ചി അവർ ഒറ്റപ്പെട്ട ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഫാറ്റ് ഗയുടെ റിവഞ്ച് എന്ന രീതിയിൽ കോയിച്ചി തല്ലിച്ചതയ്ക്കപ്പെട്ടു. പിന്നാലെ കോയിച്ചിയുടെ ഗ്യാങ് മെമ്പേഴ്സും കൂട്ടുകാരും ഒക്കെയും ഫാറ്റ് ഗയുടെ നോട്ടപ്പുള്ളികളായി മാറിയിരുന്നു. അവരെല്ലാവരും ഫാറ്റ് ഗയാലും സംഘത്താലും തല്ലിച്ചതയ്ക്കപ്പെട്ടു. ക്രൂരമർദ്ദനമേറ്റ യാക്കുവാകട്ടെ ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഫാറ്റ് ഗയുടെ ആളുകൾ കോയിച്ചിയെ ആക്രമിച്ചത് നിന്നത് അങ്ങോട്ടേക്ക് 3 ചെറുപ്പക്കാർ കടന്നു വന്നപ്പോഴായിരുന്നു. ആ വന്നിറങ്ങിയ 3 ചെറുപ്പക്കാരും ടാനോക്കി ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ആണെന്ന് അറിഞ്ഞതും ഫാറ്റ് ഗയുടെ ആളുകൾ വിറച്ചിരുന്നു. അതോടെ കോയിച്ചി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പക്ഷേ എന്നിരുന്നാലും തന്റെ കൂട്ടുകാരുടെ അവസ്ഥയോർത്ത് കോയിച്ചിക്ക് പരിഭ്രമമുണ്ടായിരുന്നു. വൈകാതെ ഫാറ്റ് ഗയുടെ ആളുകളാൽ മർദ്ദിക്കപ്പെട്ട് കിടക്കുന്ന തന്റെ കൂട്ടുകാരിയൊക്കെയും കോയിച്ചി കണ്ടു. അതിനൊക്കെയും പ്രതികാരം ചെയ്യണം എന്ന് കോയിച്ചിയുടെ മനസ്സാളിക്കത്തി. അടുത്ത ദിവസം കോയിച്ചിയും പാൻഹാനും ചേർന്ന് ഫാറ്റ് ഗയെയും ആളുകളെയും എതിരിടാനായി ചെന്നു. പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ എത്തിയതും ഫാറ്റ് ഗയും ഫാറ്റ് ഗയുടെ ശിങ്കിടികളും അവരെ വന്നു വളഞ്ഞു. കോയിച്ചി പക്ഷേ ഭയന്നിരുന്നില്ല. കോയിച്ചിയുടെ പക്കൽ അവന്റെ ബ്രദർ കൊടുത്ത പിസ്റ്റൾ ഉണ്ടായിരുന്നു. അവനത് പുറത്തെടുത്തു. പാൻഹാൻ ആ പിസ്റ്റൾ വാങ്ങി അവർക്ക് നേരെ പോയിന്റ് ചെയ്തു നിന്നു. അതുകൊണ്ട് തന്നെ ഫാറ്റ് ഗയുടെ ശിങ്കിടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയന്ന് നിന്നിരുന്ന ഫാറ്റ് ഗയെയും കോയിച്ചി ശക്തമായി മർദ്ദിച്ചു. ഫാറ്റ് ഗയെ ഇടിച്ച് ചതച്ച ശേഷം അവരവിടെ നിന്ന് പോരുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു. ഇതിനിടയിൽ കോയിച്ചി കൊറിയൻ സ്കൂളിലെ ഒരു പയ്യനെ തല്ലിയിരുന്നു. അതിന്റെ പറ്റി ചോദിക്കാൻ കൊറിയൻ സ്കൂളിലെ കുട്ടികൾ അങ്ങോട്ടേക്ക് എത്തി. കൊറിയൻ സ്കൂൾ ഗ്യാങ് ലീഡറായ ഓജുവിന്റെ കയ്യാളുകളായിരുന്നു അവർ. ആക്രമണത്തെ എതിരിടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അവർ അവിടെ നിന്ന് ജീവനും കൊണ്ടോടി. അധികം വൈകാതെ കോയിച്ചിയും പാൻഹാനും യാക്കോയെ കാണാൻ ആശുപത്രിയിലെത്തി. ഫാറ്റ് ഗയെ മർദ്ദിച്ച് തങ്ങൾ പ്രതികാരം തീർത്ത കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ യാക്കോ അത് കേട്ടത്ര സന്തോഷവാനൊന്നും ആയിരുന്നില്ല. കോയിച്ചി പ്രശ്നം മാളിക്കത്തിച്ചിരിക്കുകയാണെന്നും ഇത് ഗ്യാങ് വാറിലേക്ക് തന്നെ നീളും എന്നൊക്കെ അവൻ കൂട്ടിച്ചേർത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് യാക്കോ ഭേദപ്പെട്ട് സ്കൂളിലേക്ക് മടങ്ങിയെത്തി. അവർ സ്കൂളിലുള്ള സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഭയന്നെന്ന രീതിയിൽ അവരുടെ ഗ്യാങ്ങിൽ ഒരു കൂട്ടുകാരൻ അവർക്കരികിലേക്ക് ഓടി വന്നു. കൊറിയൻ സ്കൂളിലെ ഗ്യാങ് ലീഡർ ഓജുനും സംഘവും നമ്മുടെ സ്കൂളിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞു. കോയിച്ചിയും കൂട്ടുകാരും അത് കേട്ട് ഭയന്നിരുന്നു. അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോകണം എന്നവർ ചിന്തിച്ചു. ഓജുനും സംഘവും കാണാതെ രക്ഷപ്പെട്ടു പോവാനുള്ള പരിപാടികളും നോക്കി. പക്ഷേ നിർഭാഗ്യവശാൽ അവരങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോൾ അതുവഴി വരികയായിരുന്ന ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അവരെ കണ്ട് അലറി വിളിച്ചു. അത് ഓജുനിന്റെയും ശിങ്കടികളുടെയും കാതിലുമെത്തി. അതോടെ ഓജുന്റെ സംഘം മുഴുവൻ കോയിച്ചിയുടെയും കൂട്ടുകാരുടെയും പിന്നാലെ വെച്ചുപിടിക്കാൻ ആരംഭിച്ചു. ഭയന്ന് കോയിച്ചിയും സംഘവും വളരെ വേഗത്തിൽ മുന്നോട്ടോടി. സ്യൂവേജിന്റെ അകത്ത് പോലും ഒളിക്കുകയും ചെയ്തു. പക്ഷേ ബാഡ് ലക്ക് കോയിച്ചിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഡ്രെയിനേജിന്റെ അടപ്പ് തുറന്നവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൊറിയൻ സ്കൂളിലെ ഗ്യാങ് മെമ്പേഴ്സ് അവനുള്ളത് മനസ്സിലാക്കി അതിനു ചുറ്റും നിരന്നു നിന്നിരുന്നു. യാക്കോയും മറ്റുള്ളവരും ഓജുന്റെ സംഘത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവർ ഓടിച്ചെന്ന് പെട്ടത് മരൂക്കോയുടെ ഗ്രൂപ്പിന് മുമ്പിലായിരുന്നു. അവിടെയും ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചു. ഒരു തരത്തിൽ യാക്കോക്കും ഫ്രണ്ട്സിനും അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും നല്ല രീതിയിൽ അവരൊക്കെ തല്ലേറ്റു വാങ്ങിയിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല. അവർ വീണ്ടും ഓജുന്റെ സംഘത്തിന് മുമ്പിൽ ചെന്ന് പെട്ടു. കോയിച്ചിയെയും സംഘത്തെയും പിടികൂടി
ഓജുന്റെ സംഘം ഒരു റൂഫ് ടോപ്പിൽ എത്തിച്ചു. അതായിരുന്നു എക്സിക്യൂഷൻ സൈറ്റായി വർക്ക് ചെയ്യുക. അവിടെ വെച്ചും അവർ തല്ലിച്ചതയ്ക്കപ്പെട്ടു. ബോധരഹിതരാകുന്നവരെ അവർക്കുമേൽ മർദ്ദനം തുടർന്നിരുന്നു. കുറച്ചധികം സമയത്തിനു ശേഷം അവർക്ക് ബോധം വന്നു. വേദന കൊണ്ട് അവർ പൊളയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും എഴുന്നേറ്റ് അവരൊക്കെയും നടന്നതോർത്ത് പൊട്ടിച്ചിരിക്കാനും മറ്റും തുടങ്ങി. അവർക്കൊക്കെ എതിരെ ഫൈറ്റ് ചെയ്തിട്ടും തങ്ങൾ പിടിച്ചു നിന്നു എന്ന സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അമ്മ കോയിച്ചയെ കാര്യമായി മൈൻഡ് ചെയ്തതേയില്ല. തല്ലുകൊണ്ടുവന്ന അവനെ അമ്മ അവോയ്ഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. താൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല എന്നമ്മയ്ക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം കോയിച്ചയും സംഘവും ഒന്നിച്ച് നടന്നു പോകുമ്പോൾ ടനൂക്കി ഗ്യാങ് അവരുടെ മുമ്പിലെത്തി. ഫാറ്റ് ഗെയും സംഘവും കോയിച്ചിയെ മർദ്ദിച്ചപ്പോൾ അന്ന് തനുക്കി ഗ്യാങ് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ടായിരുന്നു കോയിച്ചി രക്ഷപ്പെട്ടത്. കോയിച്ചിയെയും കൂട്ടുകാരെയും അവർ തങ്ങളുടെ കൂടെ കൂട്ടി. പണ്ടവർ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് ബീച്ചിൽ വെക്കേഷന് പോകാം എന്ന് പറഞ്ഞു. ബീച്ചിൽ വെച്ച് ടനൂക്കി എക്സസൈസ് ചെയ്യുമ്പോൾ ടനൂക്കിയുടെ മസിൽ ബോഡി കോയിച്ചി നോക്കിക്കണ്ടു. അതുപോലെ തനിക്കും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം അവന്റെ മനസ്സിലേക്കും കടന്നുകയറി. ബീച്ചിൽ നിന്നൊന്ന് തിരികെ വന്ന ശേഷം കോയിച്ചി തന്റെ മസിലും ബോഡിയും ബിൽഡ് ചെയ്യാനായി ട്രെയിനിങ്ങും മറ്റും ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മിസ്റ്റീരിയസ് ആയ ഗ്രൂപ്പ് വന്ന് മേജർ സ്കൂൾ ഗ്യാങ്ങിന്റെ തലവന്മാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ ബന്ദിയാക്കി വെച്ചു. അവരോട് ആ മിസ്റ്റീരിയസ് ഗ്യാങ് തങ്ങളുടെ ഗ്യാങ്ങിലെ ഓരോ റാങ്കുകളിലുള്ള ഗ്യാങ് മെമ്പേഴ്സ് ആവാൻ ആവശ്യപ്പെട്ടു. കോയിച്ചിക്ക് മുമ്പിലേക്ക് ചലഞ്ചിങ് ആയ ഒരു പ്രശ്നം അതോടെ എത്തുകയായിരുന്നു. നിലവിലിപ്പോൾ ഒരു ഗ്യാങ് ലീഡറിന്റെ കീഴിലുള്ള അവരോടൊക്കെയും അധികാരം നേടിയെടുക്കുവാൻ കോയിച്ചിക്കും സംഘത്തിനും ഫൈറ്റ് ചെയ്യണമായിരുന്നു. വൈകാതെ അവരെ എല്ലാവരെയും തന്റെ കീഴിൽ കൊണ്ടുവന്ന ആ പ്രധാന ഗ്യാങ് ലീഡർ ആര് എന്ന് വ്യക്തമായി. ഒസാനോ എന്നു പേരുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അത്. ആ മിസ്റ്റീരിയസ് ഗ്രൂപ്പിന്റെ സുപ്രീം ലീഡറായി ഒസാനോ അറിയപ്പെട്ടു. പാൻഹാൻ ഒസാനോ ആരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. കോയിച്ചിയും ഗ്യാങ്ങും ഒന്നു ചേർന്ന് എങ്ങനെ ഒസാനോയെ എതിരിടാം എന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശേഷം കോയിച്ചി വീട്ടിലേക്കും പോയി. പക്ഷേ ടനൂക്കി ഗ്യാങ്ങിനെ പറ്റിയും ടനൂക്കിയുടെ ബോഡിയെ പറ്റിയുമൊന്നും കോയിച്ചിയുടെ ഓർമ്മയിൽ നിന്ന് വിട്ടുമായെന്നുണ്ടായിരുന്നില്ല. തന്നെ ഹെൽപ്പ് ചെയ്യാൻ ടനൂക്കിയോട് ചോദിച്ചാലോ എന്ന് ചിന്തിച്ച് കോയിച്ചി ടനൂക്കിയുടെ അടുത്തെത്തി. ഭാഗ്യവശാൽ കോയിച്ചിയുടെ ആവശ്യം ടനൂക്കി ഗ്യാങ് അംഗീകരിച്ചു. അവന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കാമെന്നും സമ്മതിച്ചു. അവിടെ എത്തിയപ്പോൾ ഒരു പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് പോലും ടനൂക്കി കോയിച്ചിക്ക് കൈമാറുകയും ചെയ്തു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് കോയിച്ചി വീണ്ടും യമാഡയെ കണ്ടു. ടനൂക്കി തനിക്ക് തന്ന പാർട്ടി ടിക്കറ്റ് യമാഡയ്ക്ക് കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചു. അവളുടെ അടുത്ത് ചെന്നു. പക്ഷെ അത് സ്വീകരിക്കാതെ യമാഡ അവിടെ നിന്ന് പോയി. തിരക്ക് പിടിച്ചു പോകുന്നതിനിടയിൽ യമാഡയുടെ പേഴ്സണൽ ഡയറി താഴെ വീണിരുന്നു. കോയിച്ചി അതെടുത്ത് തുറന്നു നോക്കി. അപ്രതീക്ഷിതമായി ആ ഡയറിക്കകത്ത് യാക്കോയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. യമാഡയ്ക്ക് യാക്കോയെ ഇഷ്ടമാണ് എന്ന് അതിൽ നിന്നും കോയിച്ചി മനസ്സിലാക്കി. കോയിച്ചി ആകെ തകർന്നു. പക്ഷേ യാക്കോയെ വെറുക്കാൻ കോയിച്ചിക്ക് ആകുമായിരുന്നില്ല. കാരണം യാക്കോ കോയിച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പ്രശ്നങ്ങൾ വീണ്ടും വലുതായി. ടനൂക്കിയുടെ അസിസ്റ്റന്റ് കാര്യമായ രീതിയിൽ ലഭിച്ചില്ല. മാത്രമല്ല ഒസാനോ ഗ്രൂപ്പ് ടനൂക്കി ഗ്യാങ്ങിനെയും കോയിച്ചിയുടെ ആളുകളെയും മർദ്ദിക്കുകയും ചെയ്തു. തങ്ങൾ എതിരിടുന്നത് വളരെ ടഫസ്റ്റ് ആയ എതിരാളിക്കെതിരെയാണ് എന്ന് കോയിച്ചി റിയലൈസ് ചെയ്യുകയായിരുന്നു. ഭയം കൊണ്ട് കോയിച്ചിയുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരായി വിട്ടുപോകാൻ ആരംഭിച്ചു. കോയിച്ചി ആകെ തകർന്നിരിക്കുന്ന സമയത്ത് മരൂക്കോയുടെ ഗ്രൂപ്പുമായി വീണ്ടും അവൻ എതിരിൽ വന്നു. മരൂക്കോ ഗ്രൂപ്പ് കോയിച്ചിയെ വീണ്ടും തല്ലിച്ചതച്ചു. അതിനുശേഷമായിരുന്നു കോയിച്ചി ആ വിവരം അറിയുന്നത്. കോയിച്ചിയുടെ അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണെന്ന വിവരം. ഓവർ വർക്ക് കാരണമായിരുന്നു അമ്മയ്ക്ക് ആ അവസ്ഥ വന്നത്. എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ ചിന്തിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു യമാഡ അങ്ങോട്ടേക്ക് എത്തുന്നത്. യമാഡ കോയിച്ചിയെ മോട്ടിവേറ്റ് ചെയ്തു. കാര്യം യമാഡ കോയിച്ചിയെ ലവ്വറായി കണ്ടിരുന്നില്ലെങ്കിലും നല്ലൊരു സുഹൃത്തായി കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായതിന് പിന്നാലെ മരൂക്കോ ഗ്രൂപ്പ് വീണ്ടും കോയിച്ചിയുടെ സ്കൂളിലെത്തി. തനിച്ചു നടക്കുകയായിരുന്ന യാക്കോയെ മരൂക്കോ ഗ്രൂപ്പ് ചുറ്റിവളഞ്ഞു. പിന്നാലെ മരൂക്കോ യാക്കോയെ സ്കൂൾ റൂഫ് ടോപ്പിലേക്കും കൊണ്ടുപോയി. മരൂക്കോ അവിടെ എത്താനുള്ള കാരണം ഉസാനോയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കോയിച്ചിയുടെ സ്കൂളിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥിയായി യാക്കോയെ അവർ നോക്കിക്കണ്ടിരുന്നു. ഒസാനോക്ക് കീഴിൽ ഒരു ഗ്യാങ് മെമ്പർ ആവാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മരൂക്കോ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. യാക്കോ അത് സാധിക്കില്ലെന്ന് പറഞ്ഞു. മരൂക്കോ അതോടെ തന്റെ കയ്യിലിരുന്ന കറ്റാന പുറത്തെടുത്തു. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. മരൂക്കോ യാക്കോയെ കൊലപ്പെടുത്തുന്നതിന്റെ വക്കിൽ വരെ എത്തി. പക്ഷേ യാക്കോയെ സഹായിക്കാൻ ആ സമയം കോയിച്ചി അങ്ങോട്ടേക്ക് കടന്നു വന്നു. യാക്കോയെ രക്ഷപ്പെടുത്തണമെങ്കിൽ റൂഫ് ടോപ്പിൽ നിന്ന് എടുത്തു ചാടണം എന്നായിരുന്നു മരൂക്കോ കോയിച്ചിയോട് ആവശ്യപ്പെട്ടത്. യാക്കോക്ക് വേണ്ടി അത് ചെയ്യാൻ കോയിച്ചി ഒരുക്കമായിരുന്നു. റൂഫ് ടോപ്പിൽ നിന്നും അവൻ താഴേക്ക് എടുത്തു ചാടി. ഇതേ സമയം മറുവശത്ത് കോയിച്ചിയുടെ ഗ്രൂപ്പ് വിട്ടിറങ്ങിയ പാൻഹാൻ ആകട്ടെ ഒസാനോയുടെ ഗ്രൂപ്പിൽ ചേരാനെന്ന പോലെ നടിക്കുകയായിരുന്നു. ഒസാനോയെ പറ്റിയുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ
സഹായിക്കാനായിരുന്നു പാൻഹാൻ അത്തരത്തിൽ ഒസാനോയുടെ കീഴിൽ അണിനിരുന്നത്. പാൻഹാന്റെ സഹായത്തോടെ ഒടുവിൽ കോയിച്ചിക്ക് വിവരങ്ങൾ ലഭിച്ചു. ഒസാനോയെപ്പറ്റി അവൻ മനസ്സിലാക്കി. സുഖപ്പെട്ടു വന്നിരുന്ന കോയിച്ചി തങ്ങളുടെ ഗ്രാജുവേഷൻ ഡേയുടെയെന്ന് ഒസാനോയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അതിനോടകം കോയിച്ചി വീണ്ടും തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്നിപ്പിച്ചിരുന്നു. തന്റെ കൂട്ടുകാരായ ഗ്യാങ് മെമ്പേഴ്സിനൊപ്പം കോയിച്ചി ഒസാനോയെ എതിരിടാൻ ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് ചെന്നു. പക്ഷേ ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്ന ഒസാനോയുടെ ഗ്രൂപ്പാകട്ടെ തങ്ങളുടെ വളരെയധികം വരുന്ന മെമ്പേഴ്സുമായി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പാൻഹാൻ അത് കണ്ട് ഭയന്ന് ആദ്യമേ മറഞ്ഞിരുന്നു. പക്ഷേ യാക്കോയും കോയിച്ചിയും മറ്റുള്ളവരും ധൈര്യത്തോടെ മുമ്പോട്ട് നടക്കുന്ന കണ്ട് പാൻഹാനും ഓടി അവരുടെ കൂടെ കൂടി. പിന്നെ അവിടെ നടന്നത് കലശലായൊരു ഫൈറ്റായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒസാനോ കടന്നു വന്നു. ഒരു ലീഡേഴ്സ് ഫൈറ്റ് അനൗൺസ് ചെയ്തു. ഒരു 1-on-1 ഫൈറ്റ് ഗ്യാങ് ലീഡേഴ്സും കോയിച്ചിയുടെ സംഘവും ഫൈറ്റ് ആരംഭിച്ചു. അങ്ങനെ ഫൈറ്റ് നടക്കുമ്പോൾ ഒസാനോ ഒരു സ്റ്റിക്കുമായി കടന്നു വരികയും യാക്കോയെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. യാക്കോയെ ഒസാനോ വീണ്ടും അടിക്കാൻ പോയതും പാൻഹാൻ ഓടി വന്ന് ഒസാനോയെ ചവിട്ടി താഴെയിട്ടു. ശക്തമായ ചവിട്ട് കാരണം ഒരു നിമിഷം ഒസാനോ കനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഒസാനോ ഒടുവിൽ എഴുന്നേറ്റ് വന്നു. തല്ലുകൊണ്ട് അവശതയിലായിരുന്നെങ്കിലും കോയിച്ചി ഒസാനോക്കെതിരെ ഫൈറ്റ് ചെയ്തു. ശക്തമായൊരു പോരാട്ടം തന്നെ നടന്നു. ഒസാനോ കോയിച്ചിയെ ഒരുപാട് അടിച്ച് താഴെയിട്ടെങ്കിലും കോയിച്ചി എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ തന്റെ ഒരു മികച്ച നീക്കത്തിലൂടെ ഒസാനോയെ കോയിച്ചി അടിച്ചു വീഴ്ത്തി പരാജയപ്പെടുത്തി. ശേഷം വിജയഭാവത്തോടെ തങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊപ്പം കോയിച്ചി അവിടെ നിന്ന് നടന്നു നീങ്ങി. അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. തങ്ങളുടെ ഗ്രൂപ്പിനെ കൊറിയയിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പാക്കി മാറ്റണം, ഒരു സ്ട്രോങ്ങസ്റ്റ് ഗ്രൂപ്പ് എന്ന വിളിപ്പേര് കിട്ടണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. അത് അവരെന്ന് സാധിച്ചെടുത്തു. അവിടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.